ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കഥ തുടങ്ങുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കാലൊടിഞ്ഞതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കാല് മടങ്ങി, അങ്ങനെ കാല് ചെറുതായിട്ടൊന്ന് വീങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്ക് ആ നീര് പോവും. അങ്ങനെ നീര് പോകാൻ വേണ്ടി ഞങ്ങൾ നട്ടപ്പാതിരയ്ക്ക് കാല് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നുണ്ട്. ഒടുക്കത്തെ ചൂടായിരുന്നു. കാല് പൊള്ളി പണ്ടാറിറങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, നീര് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ കുറേ നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. പക്ഷേ ഇതാണെങ്കിൽ ഇങ്ങനെ വലുതായി വരികയായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഷൂസിൻ്റെ ഉള്ളിൽ കൊള്ളാത്ത അത്രയും കാല് വലുതായി, ഫുൾ നീരായി. അങ്ങനെ വല്ലാണ്ട കാല് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ ഞൊണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി. എന്നിട്ട് അവിടെ നിന്ന് OP ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ പറയുന്നത് ഇന്ന് ഓർത്തോ ഇല്ല എന്നുള്ളത്. നൈസ്. അങ്ങനെ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇവിടെ എന്ത് തേങ്ങ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. വീണ്ടും ഞൊണ്ടി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴത്തേക്ക് കാലൊക്കെ ഇങ്ങനെ വലുതായി എന്താ പറയുക, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിയ പാടെ തന്നെ എക്സ്റേ എടുത്തപ്പോൾ തന്നെ എടുത്ത വഴിക്കാ ചേട്ടൻ പറഞ്ഞു, മോളെ ഇത് പൊട്ടലുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ പറയണ്ടല്ലോ, കാല് പൊട്ടി, എല്ലാം ഒടിഞ്ഞു, 1.5 മാസം റെസ്റ്റ്. ഇപ്പോൾ ഈ കരയുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വേണിച്ചിട്ടാണെന്നല്ല, അവിടുത്തെ ബില്ല് കണ്ട് തള്ളിയതായിരുന്നു. അങ്ങനെ പിന്നെ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടി കയറി എൻ്റെ വീട്ടിലെത്തി. ബാക്കി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ.